ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴേ യാത്ര ചെയ്യണത് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. യാത്ര ചെയ്യണത് എന്താണെന്ന് ഇപ്പോഴും ചോദിക്കണത്. യാത്ര ചെയ്യുക, ഒരു പുറത്തേക്കൊക്കെ പോകാൻ മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പണച്ചെലവാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയെന്നൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത്. ആ നേരം കൊണ്ട് വീടിന് പെയിന്റ് അടിച്ചുകൂടെ, അല്ലെങ്കിൽ വീട്ടിൽ പറമ്പിൽ നാല് പണി നടത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കണത്. നമുക്കൊന്ന് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്താലോ ഗോകുലെ? ഓക്കെ ആണോ? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? നോക്കിയേ, ഇത് പറയുമ്പോൾ ആൾക്കാർ എന്നെ തെറി വിളിക്കാൻ പോണത്. നിനക്ക് ട്രാവൽ ഏജൻസി അല്ലടാ, അതിന്റെ പേരിലല്ലേ നീ ഇതൊക്കെ പറയണേന്നുള്ളത്. അങ്ങനെ വിചാരിക്കണമെങ്കിൽ വിചാരിക്കട്ടെ. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. പറയാ എന്നുള്ളതാണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ഗുണം. ആ ഗുണം പറയുമ്പോൾ ഗോകുല് എടാ ലൈറ്റൊക്കെ ഒന്നും കൂടി ഓക്കെല്ലേ നോക്കിയേ. കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ വെച്ച് കണ്ടപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഹോട്ടലിൽ ഉപയോഗിച്ച് പറയാണ്, നിങ്ങളെ വീഡിയോ കാണുമ്പോൾ നല്ല നിറമൊക്കെ ഉണ്ട്, നേരിട്ട് കാണുമ്പോൾ നിറമൊന്നും ഇല്ലാന്ന്. ശരിയാണോടാ? ലൈറ്റ് ഓക്കെ ആണ്. പലരും പറഞ്ഞ് നിങ്ങൾ എന്നെ കണ്ട് പരിചയപ്പെട്ടതുണ്ട്, എന്നിട്ട് എന്നെ പറയണ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്ന ആളാണ്, ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ നല്ല നിറമൊക്കെ ഉണ്ടെന്ന്. എനിവേ, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം, അതാണ് വീണ്ടും വരുന്ന കാര്യം. ഗുണം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകളാണ്. കാഴ്ചപ്പാടുകളിലെ മാറ്റമാണ് കേട്ടോ ഏറ്റവും ആദ്യത്തെ കാര്യം. നിങ്ങൾ വളരെയധികം യാത്രനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ആദ്യത്തെ ഗുണം, നമ്മളൊരു വിദേശ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ വിമാന ടിക്കറ്റിന്, വിസക്ക്, ഹോട്ടലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഗുണം എന്ന് വെക്കുന്നത് തന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് വലുതാകും എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ ലോകം ഉണ്ടല്ലോ, അതായത് ഞാൻ, എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ വീട്ടുകാർ, കൂട്ടുകാർ, എൻ്റെ പ്രവർത്തന മേഖല, ഇതൊന്നുമല്ല. അതിൽ മാത്രമായിരിക്കും നമ്മൾ മുമ്പ് ഒതുങ്ങി നിന്നിരുന്നത് വർഷങ്ങളോളം, നമ്മൾ ഇത്രയും വയസ്സുകൾ വരെ. പക്ഷെ ഇതൊന്നും അല്ല ലോകം. നമുക്ക് വെളിയിൽ വിശാലമായിട്ടുള്ളൊരു ലോകമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുന്നതോടുകൂടിയിട്ട് നമ്മുടെ മനസ്സും കാഴ്ചപ്പാടുകളും മാറും എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ, അവിടുത്തെ കൾച്ചർ, ഇതെല്ലാനും, അതിപ്പോൾ എല്ലാ കാര്യത്തിലും ഭക്ഷണ രീതികളായിക്കോട്ടെ, ഭക്ഷണങ്ങളുടെ വൈവിധ്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഓരോ രാജ്യത്തിനും വ്യത്യസ്ത രീതികളുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഓരോന്നോരോന്ന് എടുത്തു പറയാൻ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ വലിയൊരു മാറ്റം വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. വേറൊരു അന്യനാട്ടിലേക്ക് പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ അയ്യോ എനിക്ക് ഭാഷ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ എമിഗ്രേഷനിൽ എങ്ങനെ, ഫ്ലൈറ്റിൽ എങ്ങനെ, അതെങ്ങനെ, ഇതെങ്ങനെ, നൂറ് കൂട്ടം പ്രശ്നങ്ങൾ. നമ്മളോട് ഒപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർ പലർക്കും സംശയങ്ങൾ ചോദിച്ചാലും പറഞ്ഞു കൊടുത്താലും മതിയല്ല. അതെങ്ങനെ അവരോട് നമ്മൾ പറയും, വന്നാൽ മതി ടൈമിന് എയർപോർട്ടിലേക്ക്, ബാക്കി ഞങ്ങൾ കൊണ്ടുപോയി സേഫായിട്ട് കൊണ്ടുവരാമെന്ന് പറയും. ഇവിടെ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശ യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭയം അങ്ങോട്ട് മാറുന്നുള്ളതാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആദികളൊക്കെ ഉണ്ടല്ലോ, യാത്ര പോയി വരുമ്പോൾ ഇതെല്ലാം യാത്ര കംഫർട്ടായി കഴിയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. ഈ തോന്നൽ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണത്. അപ്പോൾ കുറച്ച് യാത്രകൾ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ലോകത്തിന് എവിടെയും പോകാം, അയ്യോ അവിടെയൊക്കെ ഞാൻ പോയതാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ പോകാൻ ഞാൻ റെഡിയാണ്, വീണ്ടും പോകാനുള്ള ടെൻഡൻസിയും കോൺഫിഡൻസും ഭയങ്കരമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ജോലി ചെയ്യുന്നു, കുടുംബത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കുന്നു, അവരെ നോക്കുന്നു, സംരക്ഷിക്കുന്നു, അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ വസ്ത്രം അലക്കി തരുന്നു, ഭക്ഷണം തരുന്നു, അങ്ങനെ എല്ലാം ഒരു വീടിൻ്റെതായിട്ടുള്ള എല്ലാ സെറ്റപ്പിലും എല്ലാ സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതാണ് നമ്മുടെ കുടുംബത്തുള്ളവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ. എന്നാൽ യാത്രയിൽ നമുക്ക് കുറച്ചും കൂടി ഒരു തിരിച്ചറിവ് കിട്ടും. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും നമുക്ക് കുറച്ചും കൂടിയും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണത്. എല്ലാ ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. എന്നിരുന്നാലും കുറച്ചും കൂടി ഡീപ്പിലി നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭാര്യയുടെ സ്വഭാവം എങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം ചില നേരത്തെ എങ്ങനെ പെരുമാറുന്നു, മക്കളെങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെ, ഇവരെങ്ങനെ, നമ്മുടെ കൂടെ ഉള്ള കുടുംബാദികളെ
കുടുംബത്തിനെ കുറിച്ച് പറയണത് അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ യാത്രയിലുള്ള ഓരോ മൊമെൻറ്റിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ കൂട്ടത്തിൽ ആരാണ് ഒരു ഇത് വരുന്ന സമയത്ത് ആരാണത് ഒരു വിഷയം സാക്രിഫൈ ചെയ്യുന്നത്, ആരാണ് ഇപ്പോൾ ഒരു കാര്യം സന്തോഷിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരു മൊമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണ് ചെറിയ കാര്യങ്ങൾക്ക് ഒരു കുറ്റം പറയുന്നത്, അങ്ങനെ ഇത് ഞാൻ ചില പോയിന്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇത്ര 10-20 വർഷമായിട്ട് യാത്രക്കാരൻ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ ചില പോയിന്റുകൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ കുടുംബാദികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറും കാഴ്ചപ്പാടുകളും എങ്ങനെയാണെന്ന് നമുക്ക് യാത്രകളിലൂടെ പരസ്പരം മനസ്സിലാക്കാം. ഇത് കുടുംബത്തിൻ്റെ മാത്രമല്ല കേട്ടോ. ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിട്ട് യാത്ര ചെയ്താലും ചിലപ്പോൾ എന്നും ഫോണിൽ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളായിരിക്കും. ഒരു യാത്രയിൽ വരുമ്പോൾ അത് മാറും. അതിൻ്റെ പേരിൽ തന്നെയാണ് പറഞ്ഞത്, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ, മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ പുറമെ കാണിക്കുന്ന ഇതുകളൊന്നല്ല, ഒന്നല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിനിമയം ചെയ്യുക, അല്ലെങ്കിൽ ആളുടെ കൂടെ യാത്ര ചെയ്യുക. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുടുംബത്തിനെ കുറച്ചും കൂടിയും നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് യാത്ര ഉപകരിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, കുടുംബത്തിനോടൊപ്പം ഇത്ര സ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്തിട്ടാണ് അവരെ മനസ്സിലാക്കുക. അങ്ങനെയല്ല, യാത്രയിലൂടെ കിട്ടുന്ന ചില അഡ്വാൻറ്റേജുകളിൽ ഒന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ടച്ച് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. ടച്ച് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും ഉള്ളതാണ് പൈസ. ഈ പൈസയുടെ അർത്ഥം തന്നെ ഒരു യാത്രയിൽ മാറുന്നുള്ളതാണത്. പൈസയുടെ അർത്ഥം മാറുക എന്ന് പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണതാണ്. ഇതിനോട് ആർക്കെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി യോജിപ്പുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. പൈസയുടെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ റുട്ടീൻസ് ഉണ്ട് നമുക്ക്. പതിവ് പോലെ ജോലി, ശമ്പളം അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നു, ഇങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി പോകുന്നു. ആർക്കെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. സേവിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതൊന്നുമല്ല യാത്രയിൽ പണത്തിൻ്റെ അർത്ഥം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. യാത്ര ചെയ്തവർക്ക് അത് അറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ പണത്തിൻ്റെ അർത്ഥം നമ്മൾ നാളിതുവരെ ചെലവഴിച്ച പണത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിലൊരു യാത്രയിൽ മാറുകയാണ് ചെയ്യണത്. യാത്രയിൽ അർത്ഥം മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തരുന്ന അനുഭവ സമ്പത്ത് പണം കൊണ്ട് മേടിക്കാൻ കിട്ടാത്തതാണത്. പൈസ കൊടുത്തിട്ട് നമുക്ക് പല അനുഭവങ്ങളും സാധാരണ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പല ടൂറുകളും എല്ലാം നമ്മൾ പോകുന്നത്, സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു വിദേശ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന പൈസയിലൂടെ കിട്ടുന്ന അനുഭവ സമ്പത്ത്, അത് സത്യത്തിൽ പൈസയുടെ വാല്യൂ അർത്ഥമൊക്കെ മാറ്റുന്നതാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ തന്നെ അടുത്ത വീഡിയോയിലായാലും വരാൻ സാധ്യതയുണ്ട്. ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാം, പണത്തിൻ്റെ അർത്ഥം എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളത്. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ശുചിത്വം, അതുപോലെ തന്നെ ഡിസിപ്ലിന്. ഈ 2 ഘടകങ്ങളും നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ ആയിക്കോട്ടെ, അതിപ്പോൾ കുടുംബമായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അത് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നതും നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഡിസിപ്ലിനും കൂടിയും കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ വ്യക്തി ശുചിത്വം എന്നുള്ളൊരു ഘടകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈനംദിന ജീവിതത്തിൽ നമ്മളത് എങ്ങനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചെല്ലുന്ന രാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ, അതൊക്കെ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അതിപ്പോൾ ട്രാഫിക് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ഘടകങ്ങളിലും നമുക്ക് ആ രാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ മനസ്സിലാക്കാൻ പറ്റും. സ്പെഷ്യലി ഇപ്പോൾ തായ്ലൻഡൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു ഹോണടി കേൾക്കില്ല. നമ്മുടെ നാട്ടിലെല്ലാവരും കലവില ഹോണടിയാണ്. അവിടെ എത്ര വലിയ ട്രാഫിക് ജാം ആണെങ്കിലും ഹോണടി കേൾക്കില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വഴിയോരങ്ങളിലൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടായിരിക്കും. ഫുഡ് സ്ട്രീറ്റുകൾ, വലിയ മാർക്കറ്റുകൾ, അവിടെ ഒക്കെ ഒന്നും നിങ്ങൾ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാണില്ല. ഒരു ബാഡ് സ്മെല്ലിലോ അല്ലെങ്കിൽ ഈച്ചയും പാറ്റൊക്കെ ഇറക്കുന്ന രീതി അങ്ങനത്തെ ഒന്നും കാണില്ല. ജസ്റ്റ് തായ്ലൻഡ് ഒന്ന് കമ്പാരിസൺ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെന്താ പറയുക, വൃത്തിയും ഡിസിപ്ലിനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും യാത്രയിലൂടെ പറ്റുന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇനിയും എൻജോയ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേട്ടോ. ഇനിയും എൻജോയ് ചെയ്യണം. ഇത്രയും നാളെ ഞാൻ നീട്ടി വെച്ചത് ശരിയായില്ല, ഇനിയും യാത്രകൾ പോകണം എന്നുള്ളത്. അത് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, സന്തോഷകരമായി സംതൃപ്തികരമായിട്ടുള്ള യാത്ര കേട്ടോ. അത്തരം കാര്യങ്ങൾക്കാണ് നമ്മളിപ്പോഴുള്ള ട്രാവൽ ഏജൻസികൾ ഉള്ളത്. അപ്പോൾ
നല്ല രീതിയിലുള്ളൊരു യാത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും യാത്ര ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും ഇരട്ടിയാവും എന്നുള്ളതാണത്. അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണത്. അപ്പോൾ എപ്പോഴും യാത്രകൾ കംഫർട്ടാകും തോറും നമുക്ക് ഇനിയും ലോകം കാണണം എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകും. അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ യാത്ര ചെയ്യണം. യാത്രേനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, യാത്രാ വ്ളോഗുകൾ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, യാത്രാ മാഗസിനുകൾ മാത്രം വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യാത്രകൾ തന്നെ ചെയ്യണം. എന്നാലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയിൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് ഇടയിൽ കുറച്ചും കൂടിയും അടുപ്പം കൂടുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയെന്ന് ചോദിക്കും. നമ്മളെന്നും വീട്ടിലുണ്ട്, എന്നും കാണുകയും ഒരുമിച്ച് ഉറങ്ങുകയും എല്ലാം സംസാരിക്കുന്നവരല്ലേ, പിന്നെ എങ്ങനെ യാത്ര പോകുമ്പോഴെന്നുള്ളത്. തീർച്ചയായിട്ടും യാത്ര പോകുമ്പോൾ ദമ്പതിമാർക്കിടയിലുള്ള ഇഴയടുപ്പം, അങ്ങനെയല്ല മലയാളത്തിൽ പറയുക, ഇഴയടുപ്പം ഒന്നും കൂടി കൂടുമെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു റുട്ടീനുണ്ട്. ഇപ്പം എന്താ പറയുക, ഇത്ര മണിക്ക് എഴുന്നേക്കുന്നു, ഇത്ര മണിക്ക് ഭക്ഷണം, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ അലക്കൽ, ഡ്രസ്സ് അതാക്കൽ ഇതാക്കൽ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടും ജീവിത സാഹചര്യം ചിന്തിച്ചാൽ മതി. അതൊരു റുട്ടീനാണ്. അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മക്കളുടെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും. പക്ഷെ ഒരു യാത്ര പോകുമ്പോൾ കൂടുതൽ സമയം ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ്. ഒന്നിച്ചിരിക്കുക, ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ വന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ളപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും ജീവിച്ച് വന്ന സാഹചര്യത്തിലും നമ്മുടെ കംഫർട്ട് സോണിലൊന്നും പറയാത്ത ചെയ്യാത്ത കെയറിങ് എല്ലാം യാത്രയിൽ കിട്ടുന്നുള്ളതാണ് കേട്ടോ. തീർച്ചയായിട്ടും ഞാനത് നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന ഒരാളാണ്. കാരണം എന്നോടൊപ്പം എല്ലാ മാസത്തിലും നല്ലൊരു സ്ട്രെങ്ത് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ പലരും ഞാനായിട്ട് നേരിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ നമ്മുടെ ബസ്സുകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ദമ്പതിമാർക്കിടയിലുള്ള അടുപ്പം ഒന്നും കൂടി ദൃഢമാകും. ഫാമിലി മെമ്പേഴ്സിന്, ദമ്പതിമാർ മാത്രമല്ല ഫാമിലി മെമ്പേഴ്സ്, ഇപ്പോൾ കുട്ടികളും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടിയും നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുള്ളതാണ്. കാരണം പതിവ് പാറ്റേണിൽ നിന്നും മാറി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക, എന്താ പറയുക, കെയർ ചെയ്യുക, സമയം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ അത് യാത്ര ചെയ്യുമ്പോൾ അത് വാക്കുകളിൽ പറഞ്ഞാൽ കിട്ടണതല്ല, യാത്ര ചെയ്തവർക്ക് അത് അറിയാൻ സാധിക്കും. അപ്പോൾ ദാമ്പത്യത്തിൽ അതൊരു ഭയങ്കര സ്ട്രോങ് ആക്കണമെന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഹണിമൂൺ ട്രിപ്പുകളൊക്കെ പോണത്. ഇപ്പോൾ ഹണിമൂൺ മാത്രമല്ല, എല്ലാ യാത്രയും എന്താണ് സ്ട്രോങ് ആക്കും. അതാണ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും നന്ദി തോന്നും. ആരോട് തോന്നും? ട്രാവൽ ഏജൻസിനോടൊന്നല്ല കേട്ടോ, ദൈവത്തിനോട് നന്ദി തോന്നും. അതുപോലെ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടിയ സൗഭാഗ്യങ്ങളിൽ നമുക്ക് നന്ദി തോന്നും എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാനും നമ്മൾ ദൈവത്തിനെ ഓർക്കും, അവരവർ വിളിക്കുന്ന ദൈവങ്ങളെ ഓർക്കും. കാരണം നമ്മുടെ ലോകം, നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോവുകയും അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ജീവിതങ്ങൾ എല്ലാം കണ്ടുവരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം ചുറ്റുപാടുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനെ ഒരു യാത്ര നമുക്ക് സാധ്യമാണത്. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു യാത്ര നമ്മളെ കൂടുതൽ നന്ദിയുള്ളവരാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓരോ യാത്രകളിലും എൻ്റെ ജീവിതത്തിൽ പല ഘട്ടത്തിലും ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ പല രാജ്യങ്ങളിലും പല കാഴ്ചകളും അവിടുത്തെ ജീവിതങ്ങളും ജീവിതാനുഭവങ്ങളും കാണുന്ന ദൈവമേ, നിനക്ക് ആയിരം സ്തുതി. എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നേരിട്ടാലും നിനക്ക് സ്തുതി. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അപ്പോഴും ഈ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ഞാൻ ഭാഗ്യവാനാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു നന്ദി, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ നന്ദി വളരെ കൂടിക്കൂടി വരുന്നത് അത് വലിയൊരു ഗുണകരമായിട്ടൊരു മാറ്റം നമ്മൾ സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുതാകുന്നു. ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് പോകും. അതിന് യാത്ര വളരെ ഗുണകരമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നേരത്തെ ഇത് പറഞ്ഞു വന്ന എല്ലാ ഘടകങ്ങളും കോർത്തിണക്കി അത് സക്സസ് ആവുന്ന സമയത്ത് നമ്മുടെ സ്വപ്നങ്ങൾ വലുതാവുന്ന പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്ത് യാത്ര ചെയ്ത് വന്നാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ തന്നെ യാത്ര ഗ്രൂപ്പ് 5 ദിവസത്തൊക്കെ ഗ്രൂപ്പുകളാകുമ്പോൾ തന്നെ 3 ദിവസമൊക്കെ എത്തുമ്പോൾ ചോദിക്കും, ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണ്, അടുത്ത പോകാൻ പറ്റിയ രാജ്യം എങ്ങോട്ടാണ്? ബസ്സിലെ 80% ആൾക്കാരും അല്ലെങ്കിൽ 90% ആൾക്കാരും ചോദിക്കും. അപ്പോൾ
എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകും. ബിക്കോസ് ഇവർ ആദ്യത്തെ ഒരു ടൂർ എൻക്വയറിക്കൊക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് 100 സംശയങ്ങളും 100 വിലപേശലുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് കഴിഞ്ഞ യാത്രയുടെ പകുതി അങ്ങോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ യാത്ര അവസാനിക്കാറങ്ങോട്ടാവുമ്പോഴേക്കും അടുത്തൊരു രാജ്യം കാണാനുള്ള പ്ലാനിങ് തുടങ്ങും. അപ്പോഴേ ബുക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാവുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു രാജ്യത്തേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ കുറേ കാഴ്ചകൾ മാത്രമല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ പുതിയ മനുഷ്യനെ നമ്മൾ കാണുന്നു. അതിന് എത്രമാത്രം പൈസ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കൂടുതൽ യാത്രാ വിശേഷങ്ങളും യാത്രാ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഹാരിസ് അമീർ അലി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സായിട്ട് ബന്ധപ്പെടുക. നമ്പറെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് ലോകവിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.